ബീറ്റ്റൂട്ട്, അരിപ്പൊടി, വെള്ളം ഇവയുടെ അളവ് കറക്റ്റായിട്ടെടുത്ത് തയ്യാറാക്കിയാൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയും പോഷകപ്രദവുമായ പലഹാരം കിട്ടും. അങ്ങനൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ആകർഷകമായ ഈ പലഹാരം എളുപ്പത്തിലും രുചികരമായും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ വേണ്ടത്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഇവിടെ ഞാൻ 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും ഇടുന്നുണ്ട്. ഇനി മാവ് നല്ല സോഫ്റ്റായി വരാനായിട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. എല്ലാം കൂടെ യോജിച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കണം. ഞാൻ എടുത്ത അരിപ്പൊടിക്ക് ഈ വെള്ളം കറക്റ്റായിരുന്നു. പൊടിയുടെ വ്യത്യാസത്തിൽ വെള്ളത്തിൻ്റെ അളവും ചെറുതായി വ്യത്യാസപ്പെടാം. എല്ലാം നന്നായി മിക്സായതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ രീതിയിൽ മാവ് തയ്യാറാക്കിയാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെക്കണം. തുറന്ന് നോക്കുക. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പെട്ടെന്ന് ഇത് മിക്സ് ആയിക്കൊള്ളും. നല്ല സോഫ്റ്റായ മാവ് തയ്യാറായി. ഈ സമയം സ്റ്റീമറിലെ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഇനി ഈ മാവ് ഇടിയപ്പത്തിൻ്റെ മുകളിലിട്ട് ഇലയിലോ തട്ടിലോ ഒക്കെ പിഴിഞ്ഞെടുക്കാം. നല്ല സോഫ്റ്റായ മാവായതുകൊണ്ട് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമാണ്. ഞാനിവിടെ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അവരവരുടെ താല്പര്യമനുസരിച്ച് തേങ്ങ ഇട്ടോ ഇടാതെയൊക്കെ ഉണ്ടാക്കാം. ഇനി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റീമറിലേക്ക് ഇത് വെക്കുക. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ആ സമയം ബാക്കിയുള്ള മാവും ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. അങ്ങനെ പല തട്ടുകളിലാക്കി ഇത് റെഡിയാക്കി വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റീമറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറായി. ബീറ്റ്റൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വേവിച്ച് ചേർക്കുന്നത് കൊണ്ട് മാവിൽ ഇത് നല്ലതായിട്ട് ചേർന്ന് നല്ല സോഫ്റ്റായ ഇടിയപ്പം ലഭിക്കും. എപ്പോഴും വൈറ്റ് ഇടിയപ്പം തന്നെ കഴിക്കുന്നതിന് പകരം വല്ലപ്പോഴും ഇങ്ങനത്തെ കളർഫുള്ളായ ഇടിയപ്പം കൂടെ കഴിക്കുന്നത് നല്ലതാണ്. നല്ല കറികളുടെ കൂടെ കഴിക്കാനിത് വളരെ നല്ലതാണ്. ഈ പലഹാരം ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ബീറ്റ്റൂട്ട് ചേർത്താലും ബീറ്റ്റൂട്ടിൻ്റെ രുചിയൊന്നും വരാത്ത ഈ ഇടിയപ്പം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.